ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളൊരു ഷോറൂം ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ഷോറൂമിൽ നമ്മൾ പുതിയ വണ്ടിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ജസ്റ്റ് 4 കോണീസൊക്കെ 5 ഇവിടെ ഒന്നുകൂടെ പണിത് ബെന്നിയുടെ നമ്മളെ ബെന്നിയുടെ 5 കൊണീസഗ്, 5 പോർഷെക്ക് പനമേര, പിന്നെ 5 ലംബോർഗിനി ഹുറാഗൻ. അവിടെ ബൈക്കുകളാണ് നമുക്ക് കൂടുതലുള്ളത്, ഇല്ലെന്ന് സെല് ചെയ്യാറുള്ളത്. നിന്ദ H2R ഉണ്ട്, ഹയാബൂസ് ഉണ്ട്, പിന്നെ ZX10R ഉണ്ട്, പിന്നെ യമഹ R15 ഉണ്ട്. നമ്മളെ വീഡിയോ കാണുന്ന പകുതി മുക്കാലും ആൾക്കാർ ലൈക്കോ സബ്ബും ചെയ്യാതെയാണ് കാണുന്നത്. ജസ്റ്റ് ആരാണ്ട് ബട്ടണിൽ കുത്താ. എന്താണ് ഗൈസ് ഈ പാട്? അറിഞ്ഞൂടാത്തോണ്ട് ഞാൻ ചോദിക്കുകയാണ്. പിന്നെ ആ ബട്ടണിൽ കുത്ത എന്താണ് ഗൈസ് പാട്? എൻ്റെ ലൈക്ക് ബട്ടൺ, ഞാൻ എൻ്റെ ലൈക്ക് ബട്ടനെ പേടിക്കട്ടെ. ജസ്റ്റ് വെള്ള കളർ ഒരു ബട്ടൺ കുത്തി ഒന്ന് വൈറ്റ് ആക്കല്ലോ, വൈറ്റ് ഒന്ന് ബ്ലൂ ആക്കണം, അത്രേ ഉള്ളൂ ഗൈസ്. അതിന് നിങ്ങളിങ്ങനെ അലസത കാണിക്കില്ല ഗൈസ്, കയ്യിൽ പിടിക്കാം ഗൈസ്. നമുക്കും ജീവിച്ച് പോകണ്ടേ ഗൈസ്. വീഡിയോ കാണുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടെ ചെയ്താൽ എന്താണ് ഗൈസ് പാട്? ചില്ലുപൊട്ടി ഗൈസ്. നമുക്ക് ടാർസം കൊണ്ട് ബെന്നീടെ അടുത്ത് കൊടുക്കാം. ബെന്നീല അടുത്ത് നമുക്ക് ബെന്നീൻ്റെ അടുത്ത് വണ്ടി എടുത്തോണ്ട് വരാം ഗൈസ്. വണ്ടിയുടെ ബെന്നീയുടെ കടയിലോട്ട് എത്തിയിട്ടുണ്ട്. ലുക്കൊക്കെ ജാതി ലുക്കണുണ്ട് ഇന്റീരിയർക്ക്. ബെന്നിയെ വിളിച്ച് പറഞ്ഞേക്കാം. ഹലോ ഡേ ബെന്നി, ഞാൻ നിൻ്റെ വണ്ടി എടുത്തോണ്ട് എൻ്റെ വണ്ടിയുടെ ചില്ലുന്നിട്ട് ശരിയാക്കട്ടെ ഞാൻ വരുമ്പോൾ. ഓ ശരിയോടോ. ബെന്നി പൈസ എടുത്ത് വാങ്ങിച്ചതെന്നല്ലേ നമ്മൾ വാങ്ങിച്ചു കൊടുത്തേനെ, അതിൻ്റെയും ചില്ലോട്ട്. ഇത് ബെന്നിക്ക് നമ്മൾ കൊടുത്ത വണ്ടിയാണ് ഗൈസ്. ബെന്നിക്ക് എടുത്തോളം കൊടുത്തതാണ് ഗൈസ്. ബെന്നി ജീവിച്ച് പോട്ട് നമ്മൾ കൊടുത്ത വണ്ടിയാണ് ഗൈസ്. ബെന്നിക്ക് പാവത്തിന് ഒരു വണ്ടിയില്ലേ. ഞാൻ മറ്റൊരു ബ്ലൂ കളർ കോണീസൊക്കെ തന്നെ കൊടുത്തത്. ഈ കോണീസൊക്കെ ബ്ലൂ കളറിന് വേറെ ലെവൽ ചന്തവും. കുറേ കസ്റ്റമേഴ്സ് വന്നിട്ട് നമ്മളെ ബ്ലൂ കോണീസൊക്കെ ബെന്നിയുടെ കോണീസൊക്കിൻ്റെ അടുത്ത് വന്ന് ഞാൻ പറഞ്ഞ സെല്ലിങ്ങിനുള്ള എല്ലാം എല്ലാവരും പോയി. ബ്ലൂ കോണീസൊക്കിന് ഭയങ്കര വിലയും. നമുക്ക് ബെന്നിയുടെ പറഞ്ഞ ബാക്കി മൊത്തം കോണീസൊക്കെ നമുക്ക് നൈസിന് ബ്ലൂ അടിപ്പിക്കുക. 2 പീസ് ബ്ലൂവിൻ്റെ അടുത്തിടാം. അടുത്ത വീഡിയോ കേട്ടോ. നേരിപ്പോൾ പോണതാണ് നമ്മളെ ട്രെയിനിൻ്റെ ട്രാക്കിലോട്ട്. ഉടൻ്റെ കയറ്റെന്ന് പറഞ്ഞാണ്ടല്ലോ ആ സിറ്റി ഉള്ളല്ലോ നമ്മളെ മറ്റേ സിറ്റി. ആ സിറ്റിന്ന് വെഞ്ഞിരാണ്ടിയായി. ആ സിറ്റിന്ന് നമ്മളെ ഈ ടാർസം കണ്ടെന്ന് ആ സിറ്റിന്ന് ഒരു ടാർസനും കൂടി ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യണം ഗൈസ്. അത് വേണമെങ്കിൽ നമുക്ക് ആൾക്കാരെ പറഞ്ഞു വിടാം. ആ സിറ്റിയിലായാലും ഇതെനിക്ക് ഇഷ്ടപ്പെട്ട പ്രദേശം, ആ ഒരു വില്ലേജിൻ്റെ. അതുകൊണ്ടുള്ള നേരെ ആ വില്ലേജിലോട്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ
ട്രെയിനിലാണ് ഇതാണ്. ചെറുക്ക ഇല്ലെങ്കിൽ നമ്മളെ ചെറുക്ക വണ്ടിയൊക്കെ സെറ്റാക്കി ഇട്ടിട്ടുണ്ട്. ഇന്നോവ അല്ല, ഇന്നോവയാണ് നമ്മൾ എല്ലാം വാങ്ങിച്ച് ആ വില്ലേജിന് വണ്ടി വേറെ ഒന്നും കൂടെ വാങ്ങിച്ചിട്ട് പുതിയത് പൈസ അയച്ചു കൊടുത്തു ആ വാങ്ങിച്ചിട്ട്. ബെന്നിയുടെ കൂട്ടുകാരൊരു ജഗജില്ല കില്ലാടിയാണ്. ആള് നേരെ ട്രെയിനെടുത്ത് പൊക്കോണ്ട് നമ്മളെ ട്രെയിനിപ്പോൾ പോയി അവിടെ എത്തിയിട്ട് കാണാം. യെസ്, ട്രെയിനിൻ്റെ ഹോണൊന്നും കേൾപ്പിച്ചില്ല. ചെവിക്കല്ല് പൊട്ടിയില്ലേ. നല്ല സ്പീഡിൽ തന്നെ അവിടെ ട്രെയിനിൽ പോകണുണ്ട്. നേരെ അവിടെ സിറ്റി എത്തിയിട്ടാണ്. ഞങ്ങൾ വില്ലേജ് എത്തിയിട്ടുണ്ട്. ഈ വില്ലേജ് നമ്മൾ പുതിയതായിട്ട് 2 വണ്ടിയാണ് വാങ്ങിച്ചത്. ഒന്നൊരു മഹീന്ദ്ര താറും മഹീന്ദ്ര XUV500. നമ്മൾ ടാർസനൊന്ന് അവിടെ കൊണ്ടുപോകണം, അത് വേറെ കാര്യം. മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മളെ സിറ്റിയിൽ XUV500 കിട്ടൂല, ഇമ്പോർട്ട് ചെയ്യാൻ നല്ല പൈസയും. അതുകൊണ്ട് ഞാൻ നൈസായിട്ട് ഈ സിറ്റിയിൽ വന്നതെന്ന് പറഞ്ഞാൽ ഈ സിറ്റിയിലൊന്ന് പഠിക്കണം. നല്ല തൊട്ടാപ്പുറത്തെ വണ്ടിയാണ്, 200 അടിച്ച് പോകണം. ടാർസൺ നമ്മളിവിടെ വാങ്ങിച്ചിട്ടിട്ടുണ്ട്, അത് വേറെ കാര്യം. നമ്മൾ താറിൻ്റെ XUV500 ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഗൈസ്. ഓടിക്കാൻ നല്ല വണ്ടിയാണ്, അത്യാവശ്യം കൊള്ളാം. ഈ വണ്ടി വേറെ വണ്ടിയാണ്, പക്ഷേ സമ്മതിച്ചു കൊടുക്കണ സ്പീഡ്. ഇന്റീരിയർ അത്ര കൊള്ളില്ല. നമ്മൾ ഇങ്ങനത്തെ ക്യാമറ ഇടുമ്പോൾ വണ്ടി ചെയ്യാറ് സാധനമാണ്. നമുക്ക് താറെടുക്കാം. താറ് ചെറുക്കൻ നമുക്ക് സെറ്റാക്കി തന്ന വണ്ടിയാണ് താറ്, സമ്മതിച്ചു. ഇന്ന് തന്നെ നമ്മളെ പുതിയ സിറ്റിയിലോട്ട് പോകും. നമുക്ക് ഈ താറൊക്കെ ജസ്റ്റ് ഒന്ന് അടിച്ച് വേറെ താറിൻ്റെ ഇൻറ്റീരിയറും കൂടെ കാണിച്ചു തരാം. പണ്ട് നമ്മൾ ഇന്ത്യൻ ബൈക്ക് 3D സിറ്റിയിൽ ഇതുണ്ടായിരുന്നു. പണ്ട് നമ്മളെ സിറ്റിയിലും ഇത് തന്നെ ആയിരുന്നല്ലോ ഗൈസ്. ഇന്ത്യൻ ബൈക്ക് 3D സിറ്റി എന്ന് പറയേണ്ട ആവശ്യമില്ല, സിറ്റിയുടെ പൊതുപ്പേരാണത്. ഇന്ത്യൻ ബൈക്ക് 3D വില്ലേജ്. നമ്മളെ സിറ്റിയിൽ പണ്ട് ഇങ്ങനത്തെ താറായിരുന്നു. നമ്മൾ പിന്നെ മോഡിഫൈ ആ ലെവലിലോട്ട് എത്തിച്ചേരും ഗൈസ്. നമ്മളെ സിറ്റിയിലെ താറ് കണ്ടാൽ നിങ്ങളിപ്പോൾ ബോധയിടും. നമ്മൾ ഫുള്ള് മോഡിഫൈ ചെയ്ത് വെച്ചേക്കണം. നമ്മൾ ഈ സിറ്റിയിൽ നിന്നൊരു താറാണ് അങ്ങോട്ട് കൊണ്ടുപോയത്. ഒരു പണ്ടത്തെ സംഭവം, ഒരു വില്ലേജിൽ നിന്നാണ് കൊണ്ടുപോയത്. ആ താറ് നമ്മളൊരു കൂട്ടുകാരന് കൊടുത്തായിരുന്നു. അതിന് പൊടി പോലും ഇല്ല. നമ്മൾ ഇനിയാണ് നമ്മൾ ടാർസൺ എടുത്ത് നമുക്ക് തിരിച്ചു പോകണം. അപ്പോൾ നമുക്ക് ടാർസണൊക്കെ എടുത്തിട്ടാണ് പൈസ. ടാർസൺ എടുത്തിട്ടുണ്ട്, വഴിയിൽ വെച്ച ചേർക്കാൻ നമുക്ക് ടാർസൺ തന്നിട്ടുണ്ട്. ഈ വണ്ടിയുടെ സ്പീഡ് നമ്മൾ തൊട്ടാ പറന്ന് കയറണം വണ്ടി. അതാണ് 140 അല്ല ഗൈസ്, 260 കയറിയതാണ്. രോഹിത് അണ്ണൻ്റെ ബഗ്ഗുകളെ ഇന്ത്യൻ ബൈക്ക് 3D ഇങ്ങനെ ഒരു ബഗ്ഗുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് അറിഞ്ഞത്.
നമ്മളെ തെറ്റിലാണ് കുറേ പോകണം കടലാബഗ് വരെ. നേരെ പോയി അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. കുറേ ദൂരമുണ്ട് ഗൈസ്. 1 ഡേ എടുക്കും. കഴിഞ്ഞ പ്രാവശ്യം എടുത്ത പോലെ ഗൈസ്. അപ്പോൾ നേരെ അവിടെ എത്തിയിട്ട് കാണാം. നമ്മൾ വരുന്ന വഴിയിൽ നമ്മൾ വണ്ടി കയറ്റി കളറൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിന്ന് രാത്രിയാണ് ഇവിടെ എത്തിയത്. ഉറക്കക്ഷീണം മാറിയിട്ടില്ല. വണ്ടി നേരെ വീട്ടിൽ കയറ്റിയിട്ട് നമ്മൾക്ക് കയറിക്കണം എന്ന് പറഞ്ഞു. നാളെ രാവിലെ കാണാം. പറയുന്നതിന് മുമ്പ് എന്തിനാ തെറിച്ചു ഞാൻ ആദ്യമേ പറഞ്ഞതാണ് ഗൈസ്, നമ്മൾ ഭയങ്കര ദരിദ്രവാസികളാണ് ഗൈസ്. ഒട്ടിലേക്ക് ഷെയറില്ല ഗൈസ്, കാല് കരിഞ്ഞു പിടിക്കാൻ ഗൈസ്. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഒരിക്കലും മറക്കാൻ പാടില്ല ഗൈസ്. 10-15 ആൾക്കാർക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്തില്ല ഗൈസ്. എന്താണ് കുറ്റമാണ് ഞാൻ നിങ്ങളടുത്ത് ചെയ്യുന്നത്. ബൈ ബൈ ഗൈസ്.